ബികോം, BBA അതേപോലെ MCOM, MBA പോലെയുള്ള കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും മറ്റുള്ള എല്ലാ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമാവുന്ന ഇൻകം ടാക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ ഏരിയയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ കൊമേഴ്സ് ഓൺലൈൻ ക്ലാസ് സ്ഥിരമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ വാട്സപ്പ് അതല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ബിഫോർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഇൻകം ടാക്സ്, എന്താണ് ടാക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ മലയാളത്തിൽ നികുതി എന്നൊക്കെ പറയും. ടാക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ടു ദി ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ആണ് എന്ത്, ഈ ഒരു ടാക്സ്. ടാക്സ് ഈസ് എ കമ്പൽസറി കോൺട്രിബ്യൂഷൻ ഫ്രം എ പേഴ്സൺ ടു ഗവൺമെൻറ്. സാധാരണ ഒരു പേഴ്സൺ ഗവൺമെൻറ്റിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കമ്പൽസറി കോൺട്രിബ്യൂഷനാണ്. അതായത് നിർബന്ധമായിട്ടും അടയ്ക്കേണ്ട ഒരു പണമാണ് നമ്മൾ സാധാരണ ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ജനറലായിട്ട് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ടു ദി ഗവൺമെൻറ് ആൻഡ് ഇറ്റ് ഈസ് എ കമ്പൽസറി കോൺട്രിബ്യൂഷൻ ഫ്രം എ പേഴ്സൺ ടു ദി ഗവൺമെൻറ്. ഓക്കെ, ടാക്സിനെ നമുക്ക് മെയിനായിട്ട് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അതായത് ഡയറക്റ്റ് ടാക്സ് എന്നും അതേപോലെ ഇൻഡയറക്റ്റ് ടാക്സ് എന്നും രണ്ട് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇതിൽ ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദി ഇൻസിഡൻസ് ഓഫ് ടാക്സ് ആൻഡ് ഇമ്പാക്റ്റ് ഓഫ് ടാക്സ്. അതായത് ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്ന് പറയുന്നത് ലാബിലിറ്റി ടു പേ ടാക്സ്, അതായത് ടാക്സ് കൊടുക്കാനുള്ള ലാബിലിറ്റിയും അതേപോലെ തന്നെ ബേർഡൻ ഓഫ് ടാക്സും അതായത് ഇമ്പാക്റ്റ് ഓഫ് ടാക്സും സെയിം ആളുടെ മുകളിലാണെങ്കിൽ, ഓൺ ദി സെയിം പേഴ്സൺ ആണെങ്കിൽ അതിനെ എന്തു പറയും, നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇൻകം ടാക്സ്. അതായത് ഇൻകം ടാക്സിൽ വരുന്ന ഒരു ഹെഡാണ് സാലറി ഇൻകം എന്ന് പറയുന്നത്. അതായത് ഒരാളുടെ സാലറിയിൽ നിന്നും ഉണ്ടാകുന്ന ഇൻകം, ആ ഒരു സാലറിയിൽ നിന്നുണ്ടാകുന്ന ഇൻകത്തിന് അതിൻ്റെ ലാബിലിറ്റി കൊടുക്കാനുള്ള ബാധ്യത ആർക്കാണോ സാലറി കിട്ടിയത് അയാൾക്കാണ്. ഇനി അതേപോലെ തന്നെ ആ ഒരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ആര് തന്നെയാണ്, അയാൾ തന്നെയാണ്. അതിൻ്റെ ലാബിലിറ്റി അതേപോലെ തന്നെ അത് അടയ്ക്കേണ്ട ലാബിലിറ്റിയും അതേപോലെ അത് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട ആളും സെയിം തന്നെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർമ്മിക്കുക, വെൻ ഇൻസിഡൻസ് ഓഫ് ടാക്സ്, അതായത് ലാബിലിറ്റി ടു പേ ടാക്സ്, ടാക്സ് കൊടുക്കാനുള്ള ബാധ്യതയും ഇനി ആ ടാക്സ് എമൗണ്ട് ഒരാളിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നതെങ്കിൽ, ഒരു സെയിം പേഴ്സണിൽ തന്നെയാണ് വരുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ഡയറക്റ്റ് ടാക്സ് എന്ന് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് മറ്റൊന്ന് വരുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്, ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ കേസിൽ ഇൻസിഡൻസ് ഓഫ് ടാക്സ്, അതായത് ലാബിലിറ്റി ടു പേ ടാക്സ് ഓൺ ദി വൺ പേഴ്സൺ. ഓക്കെ, ലാബിലിറ്റി ടു പേ ടാക്സ് എന്താണ്, ഒരാളുടെ മുകളിലാണ് വരുന്നത്, ഒരാളുടെ മുകളിലാണ്. ഇനി അതേപോലെ തന്നെ ഇതിൻ്റെ ബേർഡൻ വരുന്നത് ആർക്കാണ്, വേറെ ഒരു വ്യക്തിക്കാണ്. ഓക്കെ, അതിൻ്റെ ബേർഡൻ ഓഫ് ടാക്സ് വരുന്നത് വേറെ വ്യക്തിക്കാണെങ്കിൽ അതിനെ വേറെ പേഴ്സൺ ആണ് വരുന്നതെങ്കിൽ അതിനെ നമുക്ക് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ GSTയുടെ കേസിൽ നമുക്കറിയാം GST എന്ന് പറയുന്നത് സാധാരണ ഇപ്പോൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ടാക്സ് സിസ്റ്റമാണ്. അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. ഈ GSTയുടെ മുകളിൽ സാധാരണ നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഗുഡ്സിൻ്റെ മുകളിൽ എന്തുണ്ടാവും, GST ഉണ്ടാവും. സാധാരണ ആ GST കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടാണ് ആരിൽ നിന്നും പൈസ വാങ്ങിക്കുന്നത്, കസ്റ്റമറിൽ നിന്നും പൈസ വാങ്ങിക്കുന്നത്. ഇതിൻ്റെ ബേർഡൻ ഓഫ് ടാക്സ് വരുന്ന ആർക്കാണ്, കസ്റ്റമർക്കാണ് ബേർഡൻ ഓഫ് ടാക്സ് വരുന്നത്. പക്ഷെങ്കിൽ ഇതിൻ്റെ ടാക്സ് പേ ചെയ്യേണ്ടത് ആരാണ്, ലാബിലിറ്റി ടു പേ ടാക്സ് ആരാണ്, ഇതിൻ്റെ ആരാണോ ഇത് സെയിൽ ചെയ്തത് ആ സെല്ലർക്കാണ് ഇതിൻ്റെ അത് പേ ചെയ്യാനുള്ള ലാബിലിറ്റി വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, അതായത് ഇൻസിഡൻസ് ഓഫ് ടാക്സ് എന്താണ്, വൺ പേഴ്സൺ, ദെൻ ബേർഡൻ ഓഫ് ടാക്സ് another person, ദാറ്റ് ഈസ് കോൾഡ് ഇൻഡയറക്റ്റ് ടാക്സ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഡയറക്റ്റ് ടാക്സിൻ്റെ ആണെങ്കിൽ രണ്ടും ഒരാളിൽ തന്നെയാണ്, ഒരാളെ പൈസയിൽ നിന്ന് എടുത്തു അയാൾ തന്നെ അടക്കൽ ഉത്തരവാദിയാണ്. ഇവിടെ ചെയ്യുന്നതോ ഒരാളിൽ നിന്നും പൈസ കളക്ട് ചെയ്യുന്നു, എന്നിട്ട് ആ മണി എന്ത് ചെയ്യുന്നു, ആ കളക്ട് ചെയ്ത വ്യക്തി പേ ചെയ്യുന്നു. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സാധാരണ റീറ്റെയിലേഴ്സ് എന്ത് ചെയ്യും, നമ്മളിൽ നിന്നും കസ്റ്റമറിൽ നിന്നും പൈസ GST ആയിട്ട് കളക്ട് ചെയ്യും, അതിനെന്ത് ചെയ്യും, ഗവൺമെൻറ്റിന് പേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഡയറക്റ്റ് ടാക്സിൽ വരുന്ന ഇൻകം ടാക്സ് എന്ന് പറയുന്ന, നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ള ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഏരിയയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ,
അതായത് ഇൻകം ടാക്സ് ഈസ് കളക്റ്റഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. സാധാരണ ഇൻകം ടാക്സ് കളക്ട് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെൻറ് ആണ് ഇൻകം ടാക്സ് കളക്ട് ചെയ്യുന്നത്. സെൻട്രൽ ഗവൺമെൻറ് ഇൻകം ടാക്സിനെ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ മേജർ പോർഷൻസ് ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് സാധാരണ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഡയറക്റ്റ് ടാക്സ് ആണ്. അതായത് ഇൻസിഡൻസ് ഓഫ് ടാക്സും ഇമ്പാക്റ്റ് ഓഫ് ടാക്സും ഒരാളിൽ തന്നെയാണ്. അതിനെയാണ് നമ്മൾ ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. വി നോ ദാറ്റ് എവറി ഇയർ ഫിനാൻസ് മിനിസ്റ്റർ പ്രസൻറ്റ് ദി ബജറ്റ് ഇൻ ദി പാർലമെൻറ്റ്. ഓരോ വർഷവും എന്ത് ചെയ്യും? ബജറ്റ് പ്രസൻറ്റ് ചെയ്യും. അങ്ങനെ പ്രസൻറ്റ് ചെയ്യുമ്പം ഇറ്റ് ഈസ് അക്കമ്പനീഡ് ബൈ എന്തായിരിക്കും? ഒരു ഫിനാൻസ് ബില്ലുണ്ടാവും. ഒരു ഫിനാൻസ് ബില്ല് എന്ത് ചെയ്യും? പ്രസിദ്ധീകരിക്കും. നമ്മൾ സാധാരണ പത്രങ്ങളിൽ ന്യൂസുകളിൽ കാണുന്നതാണ്. അതായത് ഫിനാൻസ് മിനിസ്റ്റർ എന്ത് ചെയ്യും? ഒരു ബില്ല് പാർലമെൻറ്റിൽ പ്രസൻറ്റ് ചെയ്യും ഓരോ വർഷവും. ഈ ഒരു ബജറ്റിൻ്റെ പാർട്ട് എ വരുന്നത്, ബജറ്റിൻ്റെ പാർട്ട് എ കണ്ടെയ്ൻസ് പ്രപ്പോസ്ഡ് പോളിസീസ് ഓഫ് ഗവൺമെൻറ് ഇൻ ഫിസിക്കൽ ഏരിയാസ്. ഫിസിക്കൽ ഏരിയാസുമായി ബന്ധപ്പെടുന്ന പ്രപ്പോസ്ഡ് പോളിസീസ് ആണ് ഏതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? പാർട്ട് എയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി പാർട്ട് ബിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താണ്? ഡീറ്റെയിൽഡ് ടാക്സ് പ്രപ്പോസലാണ് പാർട്ട് ബിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ബില്ലിനെ എന്ത് ചെയ്യുന്നു? പാർലമെൻറ്റ് അപ്രൂവ് ചെയ്ത് അതിനെ എന്ത് ചെയ്യണം? അസെൻറ്റ് ഓഫ് പ്രസിഡന്റ് കിട്ടിക്കഴിഞ്ഞാൽ, പ്രസിഡന്റിൻ്റെ സമ്മതം കിട്ടിക്കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? ഇത് ഫിനാൻസ് ആക്ട് ആയിട്ട് മാറും. ഇതാണ് ഫിനാൻസ് ആക്ട് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഫിനാൻസ് ആക്ട് ആയിട്ട് വരുന്നത് എങ്ങനെയാണ്? ഫിനാൻസ് മിനിസ്റ്റർ എന്ത് ചെയ്യും? ഒരു ബജറ്റ് പ്രസൻറ്റ് ചെയ്യും പാർലമെൻറ്റിൽ. ഒരു ഫിനാൻസ് ബില്ലുണ്ടാവും അതിൻ്റെ കൂടെ. ആ ഒരു ഫിനാൻസ് ബില്ലിൽ സാധാരണ അതിൻ്റെ പാർട്ട് എ കണ്ടെയ്ൻ ചെയ്യുന്നത് എന്താണ്? പ്രപ്പോസ്ഡ് പോളിസീസ് ഓഫ് ഗവൺമെൻറ് ഇൻ ഫിസിക്കൽ ഏരിയ ആണ്. ഇനി പാർട്ട് ബിയിൽ വരുന്നത് എന്താണ്? ഡീറ്റെയിൽഡ് ടാക്സ് പ്രപ്പോസലാണ്. ഓക്കെ, അതായത് ഒരു വർഷത്തെ ടാക്സുമായിട്ട് ബന്ധപ്പെടുന്ന പ്രപ്പോസലാണ് വരുന്നത്. ഇനി എന്ത് ചെയ്യും? ഈ ഒരു ബില്ല് അപ്രൂവ് ചെയ്യുന്നു, പാർലമെൻറ്റ് അപ്രൂവ് ചെയ്ത് അതിൻ്റെ പ്രസിഡന്റിൻ്റെ അസെൻറ്റും കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ ഫിനാൻസ് ആക്ട് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ അതാണ് ഇൻകം ടാക്സ് റേറ്റ് ഒക്കെ ഓരോ വർഷവും ചില മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ഇൻകം ടാക്സ് റേറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് എവിടെയാണ്? ഷെഡ്യൂൾ 1 ഓഫ് എന്താണ്? ഫിനാൻസ് ആക്ട് ആണ്. ഫിനാൻസ് ആക്ടിൻ്റെ ഷെഡ്യൂൾ 1 പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഇതെന്ത് ചെയ്യും? ഓരോ വർഷവും ഫിനാൻസ് ആക്ട് അമെൻമെൻറ്റ്സുകൾ വരുത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് ഇൻകം ടാക്സിനെ കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് അറിയേണ്ട ഒരു വസ്തുത. ഇൻകം ടാക്സിൻ്റെ ബ്രീഫ് ഹിസ്റ്ററി ഒന്ന് നമുക്ക് നോക്കാം. അതായത് ഈ ഒരു ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉണ്ടായിരുന്ന കാലത്താണ്. അതായത് 1860 1860 സർ ജെയിംസ് വിൽസൺ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത്? ആദ്യമായിട്ട് ഈ ഒരു ഇൻകം ടാക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ആ സമയത്തുണ്ടായിരുന്ന ഇൻ ഓർഡർ ടു മീറ്റ് ദി ലോസസ് സഫേർഡ് ബൈ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഓൺ അക്കൗണ്ട് ഓഫ് മിലിറ്ററി മുറ്റിനിറ്റി ഇൻ 1857. 1857 ഉണ്ടായ മിലിറ്ററി മുറ്റിനിറ്റിയുടെ ഭാഗമായിട്ട് ഉണ്ടായ ലോസസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാകുന്നത്. ഈ ഒരു ഇൻകം ടാക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. സർ ജെയിംസ് വിൽസൺ ആണ് ഫസ്റ്റ് ഇന്ത്യയിൽ ഇൻകം ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 1860 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൂടെ ഓർമ്മിക്കുക. ഇനി ഇതിന് ശേഷം ഒരുപാട് അമെൻമെൻറ്റുകൾ വരുത്തി. ഈ ഒരു ഇൻകം ടാക്സിൽ ഒരുപാട് അമെൻമെൻറ്റുകൾ, സെവറൽ അമെൻമെൻറ്റ്സ് വെർ മെയ്ഡ് ഫ്രം ടൈം ടു ടൈം. ഓരോ സമയത്തും ഓരോ മാറ്റങ്ങൾ എന്ത് ചെയ്തു? ഈ ഒരു ഇൻകം ടാക്സിൽ വരുത്തിയതിന് ശേഷം 1886 in 1886 another income tax was passed. This remained in force up to 1917. 1886 ഒരു പുതിയൊരു ഇൻകം ടാക്സ് വന്നു. അത് ഏതുവരെ നിലനിന്നു? 1917 വരെ നിലനിന്നു. 1886 വന്ന ഒരു ആക്റ്റാണ്. അത് ഏതുവരെ നിന്നു? 1917 വരെ വന്നു. ദെൻ അതിനുശേഷം 1918 വീണ്ടും ഒരു ഇൻകം ടാക്സ് വന്നു. 1918 വീണ്ടും ഒരു ഇൻകം ടാക്സ് വന്നു. അത് റീപ്ലേസ് ചെയ്തു. എന്നിട്ട് അത് 1922 ആ ഒരു ആക്ട് റീപ്ലേസ് ചെയ്യുന്നത്. അത് ഏതുവരെ നിലനിന്നു? 1961 വരെ നിലനിന്നു. ഓക്കെ, പക്ഷേ ആ സമയത്ത് തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പ്രസൻറ്റ് കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട്, ഇന്ത്യയിലെ സിറ്റുവേഷനെ ബേസ് ചെയ്തുകൊണ്ട് അതിനാവശ്യമായൊരു ഇൻകം ടാക്സ് ആക്ട് നിർബന്ധമായിട്ടും വേണമെന്നുള്ള ഒരു ആവശ്യകത വന്നതുകൊണ്ട് ഇന്ത്യൻ ഗവൺമെൻറ് എന്ത് ചെയ്തു? ഇന്ത്യൻ ഗവൺമെൻറ് ലോ കമ്മീഷനെ റെഫർ ചെയ്യുകയാണ്. ഓക്കെ, ലോ കമ്മീഷന് 1956 റെഫർ ചെയ്യുകയാണ്. അതായത് നേരത്തെയുള്ള ആ ലോ നിലനിൽക്കെ തന്നെയാണ് 1956 എന്ത് ചെയ്തു? റെഫർ ചെയ്തു. എന്നിട്ട് ആ ഒരു കമ്മീഷൻ എന്ത് ചെയ്തു? റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. 1958 എന്ത് ചെയ്യുന്നു? റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു.
1958 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. അതേസമയം തന്നെ ഗവൺമെൻറ് എന്ത് ചെയ്തു? ഡയറക്റ്റ് ടാക്സസ് അഡ്മിനിസ്ട്രേഷൻ എൻക്വയറി കമ്മിറ്റിയെ കൂടെ എന്ത് ചെയ്തു? അപ്രോച്ച് ചെയ്തു. എന്തിനും വേണ്ടിയിട്ട്? ടു സജസ്റ്റ് മെഷേഴ്സ് ടു മിനിമൈസ് ഇൻകൺവീനിയൻസ് ടു അസസ് ടാക്സ് ആൻഡ് പ്രസൻറ്റ് ടാക്സ് ഇവേഷൻ. അതായത് പ്രസൻ്റ്ലി ഉണ്ടാകുന്ന ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ടാക്സ് വെട്ടിപ്പുകൾ, അങ്ങനെയുള്ള ടാക്സ് ഇവേഷനും അതേപോലെ തന്നെ ഇൻകം ടാക്സിലുണ്ടാകുന്ന ഇൻകൺവീനിയൻസും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. അതായത് ഡയറക്റ്റ് ടാക്സസ് അഡ്മിനിസ്ട്രേഷൻ എൻക്വയറി കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയെ എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്നു. ഈ ഒരു കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ 1959 എന്ത് ചെയ്യുന്നു? റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ അതിനുശേഷം ഈ ഒരു രണ്ട് കമ്മിറ്റികളുടെയും റിപ്പോർട്ടിൻ്റെ ഫലമായിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? പുതിയൊരു ആക്ട് പാസ് ചെയ്യുന്നു. സെപ്റ്റംബർ 1961 1961 സെപ്റ്റംബർ മാസം പുതിയൊരു ആക്ടിന് രൂപം കൊള്ളുന്നു. ഓക്കെ, ഈ ഒരു ആക്ട് നിലവിൽ വരുന്ന എപ്പോഴാണ്? ഈ ഒരു ഇൻകം ടാക്സ് ആക്ട് 1961. ഓക്കെ, നമ്മൾ പ്രസൻ്റ്ലി പറയുന്ന ഇൻകം ടാക്സ് എന്താണ്? ഇൻകം ടാക്സ് ആക്ട് 1961 ആണ്. അപ്പോൾ അത് ഓർമ്മിക്കുക. ഇൻകം ടാക്സ് ആക്ട് കോമൺ ആയിട്ട് ഓർമ്മിക്കേണ്ട ആക്ട് ഏതാണ്? 1961 ആണ്. ഇത് വരുന്നത് എപ്പോഴാണ്? 1 ഏപ്രിൽ 1962 ഇതിൻ്റെ ഓപ്പറേഷൻ ആയിട്ട് വരുന്നത്. ഈ ഒരു ആക്ട് പാസ്സാക്കുന്നത് എപ്പോഴാണ്? ഈ ഫസ്റ്റ് പാസ്സാക്കുന്നത് എപ്പോഴാണ്? സെപ്റ്റംബർ 1961 പക്ഷെങ്കിൽ അത് നിലവിൽ വരുന്നത് 1 ഏപ്രിൽ 1962 നിലവിൽ വരുന്നത്. അപ്പോൾ ഇത് ഓർമ്മിച്ച് വെക്കുക. ദെൻ അതിനുശേഷം ഒരുപാട് അമെൻമെൻറ്റുകൾ വരുത്തി. സെവറൽ അമെൻമെൻറ്റ്സുകൾ അതിനുശേഷം വരുത്തിയതിനു ശേഷം ഗവൺമെൻറ് എന്ത് ചെയ്തു? പ്രപ്പോസ്ഡ് എ ഡയറക്റ്റ് ടാക്സസ് കോഡ് ബിൽ ഇൻ 2009. ഓക്കെ, 2009 ഒരു ഡയറക്റ്റ് ടാക്സസ് കോഡ് ബില്ലിന് എന്ത് ചെയ്തു? പ്രപ്പോസ് ചെയ്തു. ഇപ്പം നിലവിൽ നമ്മൾ പറയുന്ന ടാക്സ് ലോ എന്ന് പറയുന്നത് നിങ്ങൾ ഓർമ്മിക്കേണ്ട ഏതൊക്കെയാണ്? ഇൻകം ടാക്സ് ആക്ട് 1961 ഇൻകം ടാക്സ് റൂൾ എന്ന് പറയുന്ന 1962 രണ്ടും ഒരുമിച്ചിട്ടാണ് ഇൻകം ടാക്സ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻകം ടാക്സ് ആക്ട് 1961 ആണ്, ഇൻകം ടാക്സ് റൂൾ 1962 ആണ്. ഓക്കെ, ഇതാണ് ഒരു ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഇൻകം ടാക്സ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സർ ജെയിംസ് വിൽസൺ ആണ്. എപ്പോഴാണ്? 1860 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഒരുപാട് അമെൻമെൻറ്റുകൾ വരുത്തിയതിന് ശേഷം അവസാനത്തെ ഇൻകം ടാക്സ് വരുന്നത് എപ്പോഴാണ്? 1961 വരുന്നത്. ഓക്കെ, ഈ ഒരു ബ്രീഫ് ഹിസ്റ്ററി ഒന്ന് ജസ്റ്റ് ഓർമ്മിച്ച് വെക്കുക. നെക്സ്റ്റ് ഇതിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് CBDT എന്ന് പറയുന്നത്, അതായത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് എന്ന് പറയുന്നത്. അതായത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് അല്ലെങ്കിൽ CBDT എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സുപ്രീം അതോറിറ്റി ഓഫ് ഇൻകം ടാക്സ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് എൻ അപ്പെക്സ് ബോഡി ഓഫ് ഇൻകം ടാക്സ് ആണ്. ഓക്കെ, അതായത് ഇൻകം ടാക്സിൻ്റെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു സുപ്രീം അതോറിറ്റി അല്ലെങ്കിൽ അപ്പെക്സ് ബോഡിയാണ് ആര്? CBDT എന്ന് പറയുന്നത്. That is, it performs various statutory functions and administrative functions. Statutory ആയിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? ഇത് പെർഫോം ചെയ്യുന്നുണ്ട്. അതായത് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഫിനാൻസ് മിനിസ്റ്ററി ആണ്. അതിൻ്റെ പാർട്ടായിട്ട് ഓർഡറുകൾ ഇഷ്യൂ ചെയ്യുകയാണും അതേപോലെ ഡയറക്ഷൻസ് കൊടുക്കാനും ഇൻസ്ട്രക്ഷൻസും അതേപോലെയുള്ള ടാക്സ് അഡ്മിനിസ്ട്രേറ്റീവുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു ബോഡിയാണ് എന്ത്? CBDT അല്ലെങ്കിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് എന്ന് പറയുന്നത്. ഇത് ഒരു ചെയർമാനും അതേപോലെ 6 മെമ്പേഴ്സുമാണ് ഇതിനുണ്ടാവുക. CBDT കൺസിസ്റ്റ് ഓഫ് 1 ചെയർമാൻ ആൻഡ് 6 മെമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ ആയിട്ട് എന്താണ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ്, അതിൽ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഹിസ്റ്ററി എന്താണ്, അതേപോലെ CBDT എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക്